السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സയ്യിദ് അവറുകളെ, തിങ്കൾ പുലരിയിലൂടെ എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ അതിൻ്റെ പ്രധാന രാവിലേക്ക് നമ്മൾ ഓരോരുത്തരും കാലെടുത്ത് വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൂഹിനെ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമിന ബീവിയിലൂടെ മക്ക മണലാരണ്യത്തിലേക്ക് കൊണ്ടുവന്ന റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് സമാഗതമാവാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരു ഹബീബവരെ പൂർണ്ണമായും സ്നേഹിക്കാനും അവിടുത്തെ തിരുചര്യകൾ ഇത്തിബാ ചെയ്യാനും അനുധാവനം ചെയ്യാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിരുദൂതരുടെ പോരുഷകളും അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും പറഞ്ഞു തീർത്താലും തീരാത്ത ഒരു മഹാസംഭവമാണ്. പ്രവാചകത്വത്തിന് മുമ്പും പ്രവാചകത്വത്തിന് ശേഷവും, അത് മക്കയിലാണെങ്കിലും ത്വായിഫിലാണെങ്കിലും മദീനയിലാണെങ്കിലും നബി തിരുമേനിയുടെ ഓരോ ദിനങ്ങൾ, ഓരോ സമയങ്ങൾ നമുക്ക് വർണ്ണിച്ചു തീർത്താൽ തീരാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും ആ തിരുഹബീബരെ പാടലും പറയലും അവിടുത്തെ തിരുചര്യങ്ങൾ പ്രവർത്തിക്കലും പ്രചരിപ്പിക്കലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും പഠിപ്പിക്കലും പഠിക്കലുമെല്ലാം വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ആരാണ് തിരു ഹബീബോര് എന്ന്, ആരാണ് പുണ്യ തിരുമേനി എന്ന് നമ്മളടക്കമുള്ള പലർക്കും കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന റബീഉൽ അവ്വലിൻ്റെ പരിപാടികളാണ്. ഘോഷയാത്രയാണെങ്കിലും അന്നദാനമാണെങ്കിലും മദ്രസകളിൽ മറ്റും നടക്കുന്ന നബിദിന കലാപരിപാടികളാണെങ്കിലും ഏത് രീതിയിലും നമ്മളുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇതിലൂടെയൊക്കെ തന്നെയാണ്. നമ്മുടെ പുതു തലമുറക്കും മുൻതലമുറക്കും നബി തിരുമേനിയെ ഇത്രയെങ്കിലും പഠിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ പരിപാടികൾക്ക് വലിയ പങ്കുണ്ട്. എന്തിന് നബിദിനം ഘോഷിക്കണമെന്ന് ചോദിക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അല്ലാഹുവിൻ്റെ തിരു ഹബീബിനെ പിഞ്ചു മക്കളുടെ നാവിലൂടെ പാടാനും പറയാനും, പിഞ്ചു മക്കൾക്ക് മുത്ത് ഹബീബിനെ പഠിച്ച് മനസ്സിലാക്കാനും അതിനൊക്കെ വലിയ ഉപകാരമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, മുത്ത് ഹബീബിന്റെ പേരിൽ സുഹൃതങ്ങൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യമായിട്ടാണ് മുഅ്മിനീങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്താളുകളിൽ നിന്ന് വളരെ ചുരുക്കമായത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനരാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാനെ കണ്ടിട്ട് ചോദിക്കുന്നു, സൗബാനെ,
സാധാരണ പള്ളിയിൽ വരാറുള്ള സൗബാനിനെ പോലെയല്ലോ ഇന്ന് കാണുന്നത്. മുഖത്തൊരു മ്ലാനതയും പ്രയാസങ്ങളും കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. സൗബാൻ തങ്ങൾ പറഞ്ഞു, നബിയെ, എൻ്റെ വിഷമം, എൻ്റെ പ്രയാസം എന്ന് പറയുന്നത് ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അങ്ങേ കാണാൻ ഞങ്ങൾ വിചാരിച്ചാൽ ഉടനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ദുനിയാവ്. പക്ഷെ ഞങ്ങൾ മരിച്ചുപോയാൽ ഒന്നെങ്കിൽ ഈ സൗബാൻ നരകത്തിൽ കടന്നാൽ ദുനിയാവിൽ വെച്ച് അങ്ങേ കാണാൻ പറ്റിയതുപോലെ നരകത്തിൽ കടന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ എന്നൊരു സങ്കടം. അതല്ല, ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കുമല്ലോ നബിയെ, ഞങ്ങൾ വളരെ പിന്നിലായിരിക്കുമല്ലോ, ഞങ്ങൾ എത്രയോ സ്ഥാനങ്ങൾ കുറഞ്ഞവരായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങളെ കാണാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂലല്ലോ ഹബീബെ എന്ന് പറഞ്ഞു നബി തിരുമേനിയോട് സങ്കടം പറഞ്ഞു സൗബാൻ റളിയല്ലാഹു അൻഹു. കേട്ടപാടെ മുത്തുനബി തങ്ങളൊന്നും പ്രതികരിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വഹയി വന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി ആയത്ത് ഓതി കൊടുത്തു. മൻ യുതിഇല്ലാഹ വറസൂലഹ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, അള്ളാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ സഞ്ചരിച്ചാൽ, അങ്ങനെയുള്ള നന്മകൾ ചെയ്താൽ, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടുകൂടെ, സുദ്ദീഖീങ്ങളോടുകൂടെ, സ്വാലിഹീങ്ങളോടുകൂടെ, മഹത്തുക്കളോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആയത്ത് ഓതി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ ദുനിയാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുന്ന ഒരു പൂർണ്ണ മുഅ്മിനിക്ക് സ്വർഗത്തിൽ മുത്തു ഹബീബിന്റെ കൂടെ വസിക്കാൻ കഴിയും എന്ന അർത്ഥമുള്ള ആയത്ത് ഓതി കൊടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കുകയും ആ സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും ആ കൽബിലുള്ള സ്നേഹത്തിന്റെ അടയാളമായി പുറത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറണമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാനരാകുന്ന റബീഅത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്ത് ചെയ്തു. നബിക്ക് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് റബീഅത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്തിനോട് പറഞ്ഞു, റബീഅത്തെ, നിനക്ക് വേണ്ടത് ചോദിച്ചോ എന്ന്. നിനക്ക് എന്താണോ വേണ്ടത് ചോദിക്കൂ എന്ന് പറഞ്ഞു. റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉടനെ നബി തിരുമേനിയോട് ആ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് വേണ്ടത് സ്വർഗത്തിൽ പ്രവേശിക്കുകയും വേണം, നിങ്ങളോടുകൂടെ കൂട്ടുകൂടാനുള്ള അവസരവും വേണമെന്ന് പറഞ്ഞു. മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗപ്രവേശനം വേണം, അതോടുകൂടെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായി ജീവിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഉടനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്തിനോട് പറഞ്ഞു, റബീഅത്തെ, നിങ്ങൾ ചോദിച്ച ചോദ്യം കടുകട്ടിയാണ്, ഗൗരവതരമായ വലിയ ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ എന്ന് ചോദിച്ചു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റബീഅത്ത് പറഞ്ഞു, നബിയെ, അതന്നെ ചോദിക്കാനുള്ളൂ, എനിക്ക് വേറൊന്നും വേണ്ട, അത് മാത്രം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോ അവസരം ഉപയോഗപ്പെടുത്തി റബീഅത്ത് സ്വർഗം ചോദിക്കുന്നു, സ്വർഗത്തിന്റെ പുറമെ മുത്ത് ഹബീബിനോടുള്ള മുറാഫഖത്ത് ചോദിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്തിനോട് പറഞ്ഞു, റബീഅത്തെ, അങ്ങനെയെങ്കിൽ നിനക്ക് അതാണ് ചോദിക്കാനുള്ളത് എങ്കിൽ, എന്നാൽ റബീഅത്തെ, നിങ്ങൾ എന്നെ സഹായിക്കണം.
ബികസ്റത്തി സുജൂദ്, ധാരാളം സുജൂദ് അധികരിപ്പിച്ചിട്ട്, ധാരാളം നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ട്, ധാരാളം നന്മകൾ ചെയ്തിട്ട് നിങ്ങൾ അതിനെന്നെ സഹായിക്കണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം അത് അവിടുത്തെ തിരുചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ടാണ്. അവിടുന്ന് പറഞ്ഞ അവാമിറുകളെ, കൽപ്പനകളെ, അവിടുന്ന് വിരോധിച്ച നവാഹികളെ നമ്മൾ പൂർണ്ണമായും അനുസരിക്കുകയും നന്മകൾ ചെയ്യുകയും തിന്മ വെടിയുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നാം ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബ്ബായി നമ്മൾ മാറിയാൽ ഹബീബിന്റെ കൂടെ സ്വർഗപ്രവേശം നമുക്ക് കിട്ടും എന്നുറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ തിരുചര്യകളെ ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരു മുഅ്മിനായി, ഒരു മുഹിബ്ബായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും നീ അതിന് തൗഫീഖ് നൽകണേ റബ്ബേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. യാ റബ്ബി, എൻ്റെ റബ്ബേ, ബിൽ മുസ്തഫ, മുസ്തഫായ നബിയെ കൊണ്ട്, ബല്ലിഗ് മഖാസിദന, ഞങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ. ഞങ്ങൾക്കുള്ള മുറാദുകൾ, ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. വഗ്ഫിർ ലനാ മാ മളാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. യാ വാസിഅൽ കറമി, വിശാലമായ ഉദാരതയുള്ള മഹാനാകുന്ന അള്ളാഹുവേ, ഞങ്ങൾക്ക് മുത്ത് ഹബീബിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ നീ നേടിത്തരണമെന്നുള്ള ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അവിടത്തെ വിളിച്ചുകൊണ്ട് ഇടതേടി ദുആ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാരായ കവികൾ, ഷാഇറുകൾ തിരുമേനിയെ പറ്റി പാടി പുകഴ്ത്തിയപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും പരിപൂർണമായ നബി തിരുമേനിയെ ഇഷ്ക് വെക്കാനുള്ള, മഹബത്ത് വെക്കാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തു തന്നെ നബി തിരുമേനിയെ പാടി പുകഴ്ത്തുന്ന എത്രയോ ഷായറുകൾ, കവികൾ എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി തിരുമേനിയുടെ കവി എന്നറിയപ്പെടുന്ന ഹസ്സാൻ തങ്ങൾ, അതുപോലെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒട്ടനവധി ഗായകന്മാർ, കവികൾ എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും യുദ്ധവേളയിലൊക്കെ സ്വഹാബത്തിന് ക്ഷീണം വരികയോ, ക്ഷീണം കാരണം യാത്രയിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയല്, പാട്ടുപാടി ഞങ്ങളെ റാഹത്താക്കി എന്നാണ്. ഏതെങ്കിലും സഹാബികൾ നബി തിരുമേനിയെ പറ്റി കവിത പാടും, ഏതെങ്കിലും സഹാബികൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനോഹരമായ കവിത പാടുമ്പോൾ ആ കവിത കേട്ട് നബി തിരുമേനിയെ പറ്റി പറയുന്ന പാട്ട് കേട്ടിട്ട് റാഹത്താവുകയും ക്ഷീണങ്ങളൊക്കെ പോവുകയും വീണ്ടും യാത്ര തുടരും ചെയ്യുമെന്നൊക്കെ കിതാബിൽ കാണാൻ കഴിയുന്നുണ്ട്. ഖന്തഖ് വേളയിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കിടങ്ങു കൊഴിക്കുന്നു, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പാട്ട് പാടാൻ പറയുമ്പോൾ അവർ പാട്ടുപാടിയതും അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തതും, അല്ലാഹുവേ, ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതം ആഖിറത്തിന്റെ ജീവിതമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഊർജം നൽകുകയും ആവേശം നൽകുകയും ചെയ്ത സംഭവങ്ങളൊക്കെ കിതാബിൽ കാണാൻ കഴിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടയാളങ്ങളെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ആസാറുകളെ ബഹുമാനിച്ച ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. സഹാബത്താകുന്ന
സലമത്ത് റളിയല്ലാഹു അൻഹു, സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ധാരാളം യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയും ഖൈബറിൽ അദ്ദേഹത്തിന്റെ കയ്യിന് വെട്ടേൽക്കുകയും കൈ മുറിഞ്ഞു തൂങ്ങുകയും ചെയ്തപ്പോൾ സഹാബാക്കൾ ആ കൈ എടുത്തു തരാന്ന് പറഞ്ഞപ്പോ എനിക്കെന്റെ ഹബീബിന്റെ അടുത്തെത്തിയാൽ മതി എന്ന് പറയുകയും സഹാബാക്കൾ അദ്ദേഹത്തെ നബി തിരുമേനിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ഒരു കൈയിലെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ എന്റെ കൈ ശരിയാക്കണം, എനിക്ക് ഇനിയും ഈ കൈ കൊണ്ട് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ ശരിക്ക് പിടിച്ചിട്ട് നബി തിരുമേനിയുടെ പരിശുദ്ധമായ ഉമിനീര് അവിടെ തേച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈ ഉടനെ അതേ സ്പോട്ടിൽ ശരിയാവുകയും അതേ യുദ്ധത്തിൽ അദ്ദേഹം വീണ്ടും യുദ്ധം ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷവും പിൽക്കാലത്തും നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷവും ഈ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതുവരെ അദ്ദേഹത്തിന്റെ കൈമുത്താൻ വേണ്ടി താബികളും സ്വഹാബാക്കളും വരെ കൂടാറുണ്ട് എന്ന് കിതാബിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് ഇറാഖിലേക്ക് താമസം മാറ്റിയപ്പോഴും അദ്ദേഹത്തിന്റെ കൈ പിടിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് ആളുകൾ ഇറാഖിലേക്ക് യാത്ര ചെയ്യാറുണ്ട് എന്നും കിതാബിലൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീർ തട്ടിയിട്ടുണ്ട്. എന്നോ തട്ടിയ ഉമിനീരാണ്, അത് എന്നോ ഉണങ്ങിപ്പോയി. പക്ഷേ നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷവും ഇറാഖിലേക്ക് സ്വഹാബാക്കള് താബീയങ്ങള് സലമ റളിയല്ലാഹു അൻഹുവിനെ കൈമുത്താൻ വേണ്ടി പോയിരുന്നു എന്ന് കിതാബിൽ കാണാൻ കഴിയും. കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള അഭേദമായ ഒരു ബന്ധം. മഹാനാകുന്ന ഇമാം നവവി തങ്ങളുടെ ശൈഖാകുന്ന അബുൽ ആലിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി തങ്ങളുടെ സേവകനായിട്ടുള്ള ഖാദിമായിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹു ആപ്പിൾ കൊടുത്തു. ആപ്പിൾ കൊടുത്തപ്പോ ആ ആപ്പിൾ ചുംബിച്ചു അബുൽ ആലിയ തങ്ങള്. അവർ ചോദിക്കുന്നു, ആപ്പിൾ തിന്നാനുള്ളതല്ല ചുംബിക്കാനുള്ളതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആപ്പിളിന് പ്രത്യേകത ഉണ്ട്, ഇതെനിക്ക് തന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈതട്ടിയ അവിടുത്തെ ഖാദിമാകുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയാണ് തട്ടിയതാണത്. അപ്പൊ നബി തങ്ങളുടെ കൈ തട്ടിയ അനസ് തങ്ങളുടെ കൈ തട്ടിയ ആപ്പിളാണിത്, അതുകൊണ്ട് ഇത് ഞാൻ ചുംബിക്കാന്ന് പറഞ്ഞ് ചുംബിച്ചു അബുൽ ആലിയ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തിരുന്ന, വളരെ ആത്മാർത്ഥതയോടുകൂടി ഉപയോഗിച്ചിരുന്ന മഹാരഥന്മാരായ മഹാന്മാർ കഴിഞ്ഞു പോയ നാടാണ് നമ്മുടെ നാടൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ഹബീബിന്റെയും മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് വലിയ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് പാരായണവും മറ്റും മുത്ത് ഹബീബിന്റെ പേരിൽ ഭക്ഷണം നൽകലും പരിപാടി ഒരുക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതാവസാനം വരെ ഹബീബിനെ പൂർണ്ണമായി സ്നേഹിക്കാനും പൂർണ്ണമായി പിൻപറ്റാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നമ്മളുമായി ബന്ധമുള്ള മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നബി തിരുമേനി തങ്ങളെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും കാണാനുള്ള, മനാമിലും യഖ്ളത്തിലും കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ജീവിതകാലത്ത് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാനും നല്ല സമയത്തും നല്ല സ്ഥലത്തൊക്കെ വെച്ച് റാഹത്തോടെ മരണപ്പെടാനും ഖബറും മഹ്ശറയും വിജയിക്കാനും മുത്ത് ഹബീബിന്റെ ശഫാഅത്തിൽ പെടാനും അവസാനം മുത്ത് ഹബീബോട് കൂടെ നമ്മെല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ വെച്ച് ഹബീബിനെ കാണാനും കുടുംബത്തെ കാണാനും ഹബീബിന്റെ കൂടെ റബ്ബിനെ കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. اللهم ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. آمين يا رب العالمين. السلام عليكم ورحمة الله.